വൈരം പിഴച്ചാൽ വൈര്യം എന്നാ പറയാ. ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റാണ്. കാരണം രത്നങ്ങളെല്ലാം ഭൂമിയിൽ സ്വയംഭൂക്കളാണ്, പ്രമാണങ്ങളിൽ എവിടെയും ഇല്ല. കരിങ്ങാലിയുടെ മാല ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫലം കിട്ടും, എന്ത് ഫലം എന്നറിയില്ല, മാറുമില്ല, ആ സമയം പോയി. അപ്പൊ അതിന് ആ ദോഷത്തിന്റെ ആധിക്യം വർദ്ധിക്കുകയും ചെയ്തു. ഒരു ജ്യോത്സ്യനോട് നമ്മുടെ എല്ലാ വിഷയവും അങ്ങോട്ട് പറയേണ്ടതില്ല. നമ്മളുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ മലയാളി ശാസ്ത്രമാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ആക്യുറസിയിൽ ഈ അളവുകളെക്കാട്ടി പ്രാധാന്യം സ്ഥാനത്തിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചെറുപ്പം നമ്മുടെ ഈ വിശ്വാസങ്ങളിലും ഭയങ്കരമായിട്ട് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഒരിടയ്ക്ക് ആമമോതിരം, അങ്ങനെ 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 ഇങ്ങനെ പലതും മാറി വരും. ഇപ്പം കരിങ്ങാലിമാല, പിന്നെ പലതരത്തിലുള്ള മുത്തുകള് ബ്രേസ്ലെറ്റ് രൂപത്തില് നമ്മുടെ ജന്മനക്ഷത്രം അനുസരിച്ച് ധരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് എന്തോ മറ്റേ ഒരു വേറെ ചൈനീസോ വേറെ ഏതോ ഒരു തരത്തിലുള്ള വിശ്വാസപ്രകാരം ഇപ്പൊ പലരും പല കല്ലുകള് മുത്തുകളായിട്ടും മോതിരങ്ങളായിട്ടും മാലയായിട്ടും ബ്രേസ്ലെറ്റ് ആയാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതും രത്നശാസ്ത്രവും. എനിക്ക് തോന്നുന്നു ആളുകള് ഈ രത്നശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതിനേക്കാളും എന്തോ കൂടുതലായിട്ട് ഇതിനെല്ലാം പുറകെ പോകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതൊന്നത് എന്റെ അവതരണ ശൈലി അല്ലേ. ഈ ചില പ്രൊഡക്റ്റുകൾക്ക് അമിതമായ പരസ്യം കൊടുത്ത് ചാനൽ വഴിയും ഒക്കെ അതിനെ അങ്ങ് പരമോന്നത നിലയിലെത്തിക്കും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമല്ലോ. അങ്ങനെയാ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മാലകൾ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രമാണങ്ങളിൽ എവിടെയും ഇല്ല. കരിങ്ങാലിയുടെ മാല ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫലം കിട്ടും, എന്ത് ഫലം എന്നറിയില്ല, അങ്ങനെ മാല ഇടും. പിന്നെ ഏതെങ്കിലും കളറിന്റെ ക്രിസ്റ്റലുകൾ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും, അതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. കരിങ്ങാലി മരത്തിന്റെ ഇതാണ്. അല്ലാത്ത മുത്തുകളും ഈ കളർ സ്റ്റോണുകളൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് ഈ കാർബണും അതും ഇതൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ്. അതിനകത്തൊന്നും ഗ്രഹങ്ങളുടെ ശക്തിയെ ആഗിരണം ചെയ്യാനോ നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കാനോ ഉള്ള കഴിവും നൈസർഗികമായ കഴിവൊന്നും ഇതുങ്ങൾക്കില്ല. അങ്ങനെയുള്ള രത്നങ്ങള് പുരാതന കാലം മുതലേ ആളുകൾ മുനീശ്വരന്മാരാൽ കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള അനുഭവിച്ചറിഞ്ഞിട്ടുള്ള രത്നങ്ങൾ ഈ 9 രത്നങ്ങളാണ്. അവയ്ക്ക് പുറമെ ഇത് ലോഹത്തോട് കൂടി ചേരുമ്പോഴല്ലേ കുറച്ചുകൂടി അതിനൊരു സയന്റിഫിക് സൈഡ് കൂടി ഇല്ല. രത്നങ്ങൾ വെറുതെ രത്നങ്ങൾ മാത്രമല്ല, ഏത് ലോഹമാണെങ്കിലും ലോഹത്തോട് കൂടുമ്പോഴല്ല അതിന്റെ പവർ. അങ്ങനെയില്ല. രത്നങ്ങൾ മാത്രം നമ്മൾ വെറുതെ കെട്ടി നൂലിൽ കെട്ടിയിട്ടാലും നമുക്ക് അതിന്റെ ഫലം കിട്ടും. പക്ഷെ അത് സേഫ് അല്ലാത്തതുകൊണ്ടാണ് ആഭരണമായിട്ട് അതിനെ ഇത്ര വില പിടിപ്പുള്ളതാണല്ലോ. രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില പിടിച്ച അമൂല്യ വസ്തു എന്നല്ലേ, അത്രയും കോസ്റ്റ്ലി ആണല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അതിൻ്റെതായ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഓരോരോ മെറ്റലുകൾ. പിന്നെ അതിൻ്റെ ഒരു ഭംഗിയും, പിന്നെ ഇത് ആഡംബരമല്ലേ, പ്രൗഢിയല്ലേ, അങ്ങനെയൊക്കെയാണ് രത്നങ്ങൾക്ക് പ്രാധാന്യം വന്നത്. മറ്റുള്ള കാര്യങ്ങൾ ഇതുപോലെ ധരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഇപ്പോൾ ഒരു എത്ര മനോബലം കുറഞ്ഞ ഒരാളെയും അല്ലെ, ഞാൻ സയന്റിഫിക് ആയിട്ട് പറയാം, എത്ര മനോബലം കുറഞ്ഞ ഒരാളെയും ഒരു 2-3 കൂട്ടുകാരുണ്ടെങ്കിൽ പ്രകോപനപ്പെടുത്തിയിട്ട് അടിക്കട ഇടിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് നീ വിചാരിച്ച നടക്കും, നമുക്കിങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സാഹസ പ്രവർത്തനം ചെയ്യിപ്പിക്കാം. അതുപോലെയുള്ളത് ഇങ്ങനെ 4 പാടും പരസ്യം വന്ന് ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചിട്ട് കുറച്ചാൾ ഇട്ടൊന്ന് നടക്കും ആ പ്രതീക്ഷയില്. അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. അല്ല, ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്, ഒത്തിരി പരസ്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഈ രത്നങ്ങളുടെ തന്നെ പരസ്യങ്ങൾ വരുന്നു, ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഒന്നും ഒറിജിനലും അല്ല, ഒന്നുമല്ല, അങ്ങനെ ഒന്നും കിട്ടുന്നതുമല്ല. ഈ രത്നം അളവും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഇത്ര ക്യാരറ്റ് തൂക്കം ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഈ പറഞ്ഞ രത്നങ്ങളൊക്കെ അത് അതിസൂക്ഷ്മമായിട്ട് നമുക്കതിന്റെ ഓതറൈസ്ഡ് സർട്ടിഫൈഡ് ലാബുകളുണ്ട്, ഗവൺമെന്റിലും അല്ലാത്ത. നമ്മുടെ ഗവൺമെന്റ് ലാബ് ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, വഞ്ചിയൂരില്, കേശവദാസപുരത്ത് മൈനിങ് ആൻഡ് ജിയോളജിക്കൽ ലാബറട്ടറി ഉണ്ട് കേശവദാസപുരത്ത്. അപ്പോ അത് സർക്കാരിന്റെ ലാബാണ്, നമുക്ക് അവിടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കാം. അല്ലാതെ തൃശ്ശൂരും പല സ്ഥലത്തും ക്വാളിറ്റി ചെക്ക് ചെയ്യാം.
ഗവൺമെന്റ് ഓതറൈസ്ഡ് ലാബുകളുണ്ട്, ലാബറട്ടറി ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തങ്ങൾ ഒറിജിനൽ ആണോ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഹാർഡ്നെസ് എത്ര, അതെല്ലാം പറയാം. ഇപ്പൊ ചിലര് ഇപ്പം രക്തമോതിരം ആയിക്കോട്ടെ, അതിന്റെ ഫേക്ക് കിട്ടും, ഇതിന്റെ ഫേക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതങ്ങനെ ഇട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യം? ഒരു ഗുണമില്ല, ഒരു ഗുണമില്ല, യാതൊരു ഗുണവും ഇല്ല എന്ന് തന്നെയല്ല, ആ ഇടുന്ന ആളുടെ സമയം വേസ്റ്റ് ആക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ഇട്ടത് കൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കും? അതിനകത്ത് പ്രത്യേകിച്ച് പവറൊന്നും ഇല്ലല്ലോ, നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഒരു പവറൊന്നും ഇല്ല. അപ്പൊ ഒരു ചുവന്ന കളർ കല്ലിട്ടു, ആ കല്ല് ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസിന്റെ ആയിരിക്കാം. അതുകൊണ്ട് എന്ത് ഗുണമില്ല, ദോഷമില്ല. പക്ഷേ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഇത് ധരിക്കുന്നത് എന്തിനാ? എന്തോ ഒരു പ്രോബ്ലം ഉള്ളത്, ആ പ്രോബ്ലത്തെ അതിജീവിക്കാനാണ്. അത് ജീവിക്കാൻ പറ്റും എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നു, വിചാരിച്ച് നടക്കുന്നു. ഇതിനകത്ത് ആ കഴിവൊന്നുമില്ലല്ലോ. വെറുതെ ഉണ്ടയില്ലാത്ത തോക്കൊരെണ്ണം കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു, ആനയോ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ശത്രുവോ വരുമ്പോ എടുത്ത് വെടിവെക്കുന്ന ഒന്നുമില്ല. അപ്പോഴാണ് ഇയാള് അന്നേരം സമയമൊക്കെ പോയി. മനസ്സിലായോ? അതുപോലെയാണ്. അപ്പൊ ഇയാളുടെ സമയം മുഴുവൻ കളയും, അതാണ് അയാൾക്ക് ഏറ്റവും വലിയ ദോഷം. ഇപ്പൊ 6 മാസമോ 2 കൊല്ലോ ഒരു ശരിയാക്കാന്നും പറഞ്ഞ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കല്ലിട്ടു എന്ന് വിചാരിക്കാം. ദോഷമൊന്നും വരാനില്ല അയാൾക്ക് ഇതുകൊണ്ട്. പക്ഷെ എന്താണ് അയാളുടെ ദോഷം? അത്രയും സമയം പോയി, അത് മാറുമില്ല, ആ സമയം പോയി. അപ്പൊ അതിന് ആ ദോഷത്തിന്റെ ആധിക്യം വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പൊ 1 ലക്ഷം രൂപ കടമുള്ള ഒരാള്, അയാൾക്ക് എന്തെങ്കിലും നല്ല ജോബ് കിട്ടണം, അല്ലെങ്കിൽ നീക്കി ബാക്കി എന്തെങ്കിലും പറഞ്ഞ് ഈ കടമൊക്കെ തീർക്കണം, ഒന്ന് സമാധാനം ആവണം എന്ന് വിചാരിച്ചിട്ട് ഫേക്കായ ഒരു സാധനം ധരിച്ചു കഴിഞ്ഞാല് കടം വീട്ടാനായിട്ടുള്ള ഗുണം ഈ കല്ലിന്റെ ഭാഗത്തില്ലല്ലോ. കടം വീട്ടാൻ എന്നുള്ളതെന്ന് വെച്ചാൽ ഇയാൾക്ക് നല്ലൊരു ജോബ് കിട്ടാനും ഭാഗ്യം വരാനായിട്ടുള്ള ഒരു എനർജി ഈ കല്ലിലില്ലല്ലോ, ഫേക്കായ കല്ലിലില്ലല്ലോ. അങ്ങനെ ഉള്ളപ്പോ ആ കടമായിട്ട് തന്നെ അവിടെ നിൽക്കുകയല്ലേ, അത് പെരുകയല്ലേ ഉള്ളൂ. 2 കൊല്ലം ഇട്ടു എന്ന് വിചാരിക്കുക, 1 ലക്ഷം രൂപ 2 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയായി? അത്രയും പലിശയും കൂടി ഇയാൾ കൊടുക്കണം, അയാളുടെ അത്രയും സമയം പോയി. അതാണ് അയാളുടെ ദോഷം എന്ന് പറയുന്നത്. വൈരം പിഴച്ചാൽ വൈര്യം എന്നാ പറയാ. വൈരം എന്ന് പറഞ്ഞാൽ വജ്രക്കല്ലുകൾ. ആ വജ്രക്കല്ലില് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് വിചാരിക്കാം, പൊട്ടിയതായിരിക്കാം, കറുത്ത പാടുകൾ ഉണ്ടാവും, സ്മോക്കായിട്ട്. ആ രത്നശാസ്ത്രത്തിന് പാടില്ല എന്ന് പറയുന്ന ദോഷങ്ങളുള്ള കല്ല് ധരിക്കുക. അങ്ങനെയുള്ള കല്ലുകളാണ് ഈ പിഴയ്ക്കുക എന്ന് പറയുന്നത്. പൊട്ടാൻ പാടില്ല. ഇപ്പൊ സാറ് എത്ര വർഷമായി ഈ ഒരു രത്നശാസ്ത്രം തന്നെ ചെയ്യാൻ തുടങ്ങി? ഞാൻ ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു ഗോൾഡ് സ്മിത്ത് ആണ്. ഞങ്ങൾ പഠനം. അപ്പൊ എന്റെ അപ്പൂപ്പന്റെ കാലം മുതലേ എനിക്കിതറിയാം. ഞാനൊരു 3-4-5 വയസ്സ് മുതലേ അപ്പൂപ്പനെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ ഈ പണിസ്ഥലത്ത്, തറവാട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ. അപ്പൊ അപ്പൂപ്പന്റെ മൂത്ത മകനാണ് ഞാൻ. അപ്പൊ അങ്ങനെ എന്നെ പിടിച്ച അപ്പൂപ്പൻ പിന്നെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പൂപ്പന്റെ ഒരു വാസനയാണ് എനിക്ക് കിട്ടിയത്. എന്റെ ആദ്യത്തെ ഗുരുവും അപ്പൂപ്പനാണ്. 4-5 വയസ്സ് മുതലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം. ഞാനത് അക്കാഡമിക്കലായിട്ട് പഠിച്ചു, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇപ്പം സാറിന് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ അപ്പം ഇത്തരത്തില് കൊടുത്തിട്ട് സാറ് നിർദ്ദേശിച്ച പ്രകാരം രത്നങ്ങൾ ധരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടായവർ ഇഷ്ടം പോലെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിനകത്ത് 40 വർഷമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് കുട്ടിക്കാലം മുതലേ, എനിക്ക് നേരത്തെ 15 വയസ്സ് മുതലേ ഞാനിത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോ അച്ഛൻ്റെ അടുത്തും പിന്നെ അപ്പൂപ്പൻ്റെ ഒക്കെ അടുത്ത് ഇരുന്ന് ഞങ്ങൾക്ക് ഈ വർക്ക് പ്ലേസ് ഉള്ളതുകൊണ്ട്, പണിസ്ഥലം ഉള്ളതുകൊണ്ടും, പിന്നെ കല്ലുകളൊക്കെ അന്നും അച്ഛൻ്റെ കാലത്ത് അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും നമുക്കിതിനെ കുറിച്ച് അറിയാം. അപ്പൊ ഇന്ന കല്ല് ഇന്നതിനാണ് എന്നുള്ളത്, മാണിക്യം എന്താണെന്ന് 5 വയസ്സിൽ ഞാൻ കയ്യിലെടുത്ത് എനിക്കറിയാം. ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും വരും. മനസ്സിലായോ? അത് അങ്ങനെയുള്ള ശീലം ഞങ്ങൾക്കുണ്ട്. അക്കാഡമിക്കലായിട്ടുള്ളതിനെക്കാട്ടി കൂടുതൽ ഇതിലേക്ക് ജനിച്ചു പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതൽ. എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ടത്, പഠിക്കുക എന്നുള്ളതിനേക്കാളും. ഇപ്പം സാറ് ഇപ്പം നമ്മളൊരു രത്നശാസ്ത്രം അറിയാം, രത്നങ്ങളെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആയില്ല. ഇപ്പൊ സാറിന് മുൻപില് ഒരു പ്രശ്നമായിട്ട് വരുന്ന എനിക്ക്
അതെന്ത് നിർദ്ദേശിക്കണം എന്നുകൂടി അറിയേണ്ടത്, അതാണ് ഏറ്റവും വലിയ അറിവ് അത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമാണ്. ഞാൻ പാരമ്പര്യമായിട്ട് എന്റെ അപ്പൂപ്പനെ ഇത് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു ഒതന്റിസിറ്റി ഇല്ല. അതെ അതെ. ആ ഒതന്റിസിറ്റി വേണമെങ്കിൽ ഞാൻ അക്കാഡമിക്കലായിട്ട് പഠിക്കണം. അത് ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ചുമ്മാ ഇപ്പൊ തിരുവാതിര നക്ഷത്രത്തിന് ഇന്ന കല്ല്, ഈ കളറ് കല്ല്, അല്ലെങ്കിൽ ഇപ്പൊ മരതകം, പവിഴം, ഇങ്ങനെ ജസ്റ്റ് പറയുക, അതങ്ങനെ കൊടുക്കുക. എന്നതിനപ്പുറത്തേക്ക് നമ്മളെ നാള് മാത്രം നോക്കിയല്ലല്ലോ. അല്ലല്ല, അതിനൊരു മാനദണ്ഡമുണ്ട്. നല്ല ചോദ്യമാണത്. അത് നമ്മളുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണത്, അല്ലേ? കാവ്യ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് സാർ എനിക്ക് ഇന്ന സംഗതികളാണ്, എനിക്ക് ഇതിനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി എനിക്ക് ഏത് രത്നമാണ് ചേരുന്നതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിന്റെ ഒതന്റിസിറ്റി വേണം, അല്ലെ? അപ്പോ ഞാനൊരു രത്നം ഞാനെന്നല്ല, ഏത് ജ്യോത്സ്യനാണെങ്കിലും ഒരു രത്നം ഒരാൾക്ക് നിർദ്ദേശിക്കണമെങ്കിൽ അയാൾക്ക് ആ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം. ഞാൻ പ്ലാനറ്ററി ജെമോളജിസ്റ്റ് അസോസിയേഷനിലെ ലൈഫ് മെമ്പറാണ്. അസ്ട്രോളജിയിൽ എനിക്ക് ഡോക്ടറേറ്റും ഉണ്ട്. കൂടാതെ സാറ് വാസ്തു കൺസൾട്ടന്റ് ആണ്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ 40 വർഷമായിട്ട് ഇങ്ങോട്ട് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ 3 ശാസ്ത്രങ്ങളും കൂടി ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഈ വാസ്തുശാസ്ത്രവും രത്നശാസ്ത്രവും ജ്യോതിഷവും കൂടി ഒരുമിച്ചാവുമ്പോൾ ഇപ്പോ കാവ്യ ഒരു കാര്യവുമായിട്ട് എന്നെ കാണാൻ എൻ്റെ മുമ്പിൽ വന്നാൽ എന്താണ് എന്നുള്ളത് ഒരു ജ്യോത്സ്യനോട് നമ്മുടെ എല്ലാ വിഷയവും അങ്ങോട്ട് പറയേണ്ടതില്ല. അറിയാൻ പറ്റും. ജ്യോത്സ്യൻ അറിയാൻ പറ്റും. അറിയാൻ പറ്റുന്ന ആളാണ് ശരിക്കും അതാണ് ശരിയായ ജ്യോത്സ്യൻ. എന്തിനാണ് വന്നതെന്ന് ജ്യോത്സ്യൻ പറയണം. ഒരു ദൈവജ്ഞൻ, ദൈവകൃതം അറിയുന്നവൻ, അല്ലേ? അപ്പോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജ്യോത്സ്യന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ ഗുണമോ ദോഷമോ ദൈവാധീനം കൊണ്ട് ഞാൻ മനസ്സിലാക്കണം. എന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ആ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ശാസ്ത്രം വെച്ചിട്ട് ദൈവാധീനം കൊണ്ട് ഞാൻ മനസ്സിലാക്കണം. എനിക്കതിന്റെ എല്ലാ ഗുരുത്വവും കാര്യങ്ങളൊക്കെ വേണം, അല്ലേ? ഉപാസനയും വേണം. ആ ഉപാസനയിലൂടെ ഈ ഗ്രഹങ്ങളുമായിട്ടുള്ള എൻ്റെ ഉപാസനയിലൂടെ ഞാൻ കാവ്യ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനായിരിക്കും ഈ സമയത്ത് വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുക എന്താ പേര്, കാവ്യ പറയും. അതിന് എന്താ നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ കാവ്യയുടെ നക്ഷത്രം ഇപ്പൊ തിരുവാതിരയാണെന്ന് വിചാരിക്കുക. ആ തിരുവാതിര നക്ഷത്രത്തിൽ ഇപ്പൊ ഇത്ര വയസ്സായി. ഈ വയസ്സിന്റെ ഉള്ളിൽ ഏത് ഗ്രഹത്തിന്റെ ഏത് ദശാകാലമാണ്, അപഹാരകാലമാണ്, ഛിദ്രകാലമാണ്, സൂക്ഷ്മകാലം ഏതാണ്, ഇങ്ങനെ മൈക്രോ അതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമുക്ക് പറ്റും. അപ്പോ ഇന്ന ഗ്രഹങ്ങളുടെ സംയോഗത്തിൽ ഇരിക്കുന്ന കാവ്യക്ക് ഇപ്പൊ എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് ഈ ചാർട്ടിലൂടെ അനുമാനിക്കാൻ പറ്റും. ബുദ്ധിയുള്ള ഒരു ജ്യോത്സ്യന് അനുമാനിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റണം. അതാണ് ജ്യോത്സ്യൻ. അങ്ങനെ അതിന് അയാൾക്ക് നല്ല ഉപാസനയും വേണം. മനസ്സിലായോ? ആ ഉപാസനയിലൂടെ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ പ്രോബ്ലത്തെയും ഗുണത്തെയും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ കണ്ടിട്ട് നിങ്ങളിപ്പോ ഈ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് ഇന്ന കാലഘട്ടമാണ്, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇന്ന ഭാഗത്തുനിന്ന് ഇന്ന ദുരിതമുണ്ട്, ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സന്താനപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, നല്ല ജോലിയൊക്കെയാണ്, പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു ദുരിതങ്ങളുണ്ട്, ശത്രുക്കളുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഇപ്പൊ എല്ലാ മേഖലയിലാണെങ്കിലും ആരും അത്ര ജോലിപരമായിട്ട് സ്വസ്ഥരൊന്നുമല്ല, അല്ലേ? ഞങ്ങൾക്കും കോമ്പറ്റീഷൻ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്. ഞങ്ങളെ കാണാനായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഞങ്ങളൊരു ആചാര്യനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്കിൽ പോലും ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ ഈ ഭൂമിയിലല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തോരം ഉണ്ടാവും? ഈ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതറിയാൻ പാടില്ലാത്ത നിങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾ എത്ര ദോഷം അനുഭവിച്ചിരിക്കാം. അപ്പൊ ആ കൺസെപ്റ്റ്, അതായത് ഈ സമയത്ത് മുമ്പിൽ വരുന്ന ആളുടെ ഗുണദോഷങ്ങൾ അറിഞ്ഞ് ഇന്ന ദുരിതമാണ്, ഇന്നതൊക്കെയാണ് നമുക്ക് അനുഭവിക്കുന്നത്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്, അങ്ങനെയാണോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ ഗുരുനാഥന്മാരുടെ ഉപദേശപ്രകാരം ഇതുവരെ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട്
അതെന്തുകൊണ്ട് വരുന്നു? ഇപ്പൊ ഈ 9 ഗ്രഹങ്ങളെയും ഈ 12 രാശികളെയും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ വരുന്ന ദശാപഹാര ചിത്രകാലം ഇതിനെയും കണക്ക് കൂട്ടി, ഇനി ഇത് മാത്രമല്ലാതെ ഈ ജാതകപ്രകാരം മാത്രമാണോ ഉദാഹരണമായ കാവ്യ അനുഭവിക്കുന്ന ദുരിതം എന്ന് മനസ്സിലാക്കുമ്പോ ഗ്രഹനില പ്രകാരം ഗ്രഹങ്ങളെല്ലാം നല്ല രീതിയിലാണ്, അപഹാരവും ദശയൊക്കെ കുഴപ്പമില്ല. പിന്നെന്ത് കുഴപ്പം? പിന്നെന്തിനാണിത് അനുഭവിക്കുന്നത് എന്ന് നോക്കുമ്പോ നമ്മൾ അടുത്ത ശാസ്ത്രത്തിലേക്ക് മാറും. വാസ്തുവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ദോഷത്തെ നമുക്ക് ഈ ജ്യോതിഷത്തിന്റെ വഴിപാട് കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്ര വഴിപാടുകൾ കൊണ്ടോ ചെറിയ ചെറിയ പൂജകൾ കൊണ്ടോ വ്രതം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിച്ചിട്ടോ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതുമല്ല കഠിനമായിട്ടുള്ളതാണെങ്കിൽ രത്നം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ ശക്തിയെ നമുക്ക് വർദ്ധിപ്പിച്ച് നമുക്കതിനെ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ല പ്രശ്നം. പിന്നെന്താണ് പ്രശ്നം? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ? അത് തന്നെയല്ല, ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല പ്രശ്നം ആ വീട്ടില്, അല്ലേ? ഞാന് ഒരു വ്യക്തി എന്റെ മുമ്പിൽ വന്നപ്പോ ഞങ്ങൾക്ക് ആൾക്കാരൊന്നും പറയാൻ പാടില്ല, ഇന്ന ആള് വന്നു അങ്ങനെ വന്നൊന്നും പറയാൻ പാടില്ല, ഞങ്ങളൊരു കുംഭസാര രഹസ്യമല്ലേ, അപ്പൊ അതുകൊണ്ട് പേരും അഡ്രസ്സും ഒന്നും പറയാൻ പാടില്ല. അപ്പൊ എന്റെ ഒരു ക്ലയന്റ് എന്റെ മുമ്പിൽ വന്ന സമയത്ത് ഇത് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മയ്ക്കും ഉണ്ട്, അച്ഛനും ഉണ്ട്, മൂത്ത ചേച്ചിക്ക് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഒരു സ്ഥലത്ത് സമാനമായ ഒരു പ്രശ്നം പലർക്കും അനുഭവിക്കണമെങ്കിൽ അത് ആ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകദോഷം കൊണ്ടല്ലല്ലോ, അതല്ലേ അതിന്റെ യുക്തി. അപ്പൊ മറ്റെന്തായിരിക്കും? ഇവരെല്ലാം കൂടി എവിടെ താമസിക്കുന്നു? ഒരു വീട്ടില്. അപ്പൊ ആ വാസ്തുവിലേക്ക് നമ്മൾ പോകും. അപ്പൊ അവരോട് ഞാൻ പറയും, ഞാൻ അല്ലാതെ തന്നെ എൻ്റെ ഒരു രീതി അനുസരിച്ച് ആ ഗ്രഹനില ഇവർ വന്നു കയറിയ തത്സമയ രാശിയുണ്ട്, പ്രത്യക്ഷ രാശി എന്ന് പറയും. ആ രാശി കൊണ്ട് ഇതിന്റെ 4-ാം ഇടം അതിന്റെ വാസ്തു ചിന്തിച്ച് അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമില്ലേ, നിങ്ങളുടെ ഗേറ്റ് ഇന്ന സ്ഥലത്തല്ലേ, അടുക്കള ഇന്ന ഭാഗത്തല്ലേ, നിങ്ങൾ വടക്കോട്ട് തല വെച്ചല്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളില്ലേ എന്ന് അങ്ങോട്ടൊരു സംശയമായിട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അത് ശരിയാണെന്ന് പറയും. എന്നാൽ നിങ്ങളൊരു വീടെന്ന് ഒരു ഉദ്ദേശം ഒരു കടലാസിൽ നിന്ന് വരച്ചു തരാമോ എന്ന് ചോദിക്കും. പിന്നെ വഴി എവിടെ, കിണർ എവിടെ, ഓരോ റൂമുകൾ എവിടെ, അവരൊരു വലിയ ഭംഗിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചു തന്നാൽ മതി എന്ന് പറയും. അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻ അറിയാൻ പറ്റും, ഇന്നതാണ് ആ പ്രശ്നം എന്ന് പറയും. ആ പ്രശ്നത്തെ മാറ്റും. ഇന്നലെ ഒരു സ്ഥലത്ത് പോയി കണ്ടതാണ്. മൂത്ത മകൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അയാൾക്ക് ആപ്റ്റായിട്ടുള്ള നല്ലൊരു ജോലിയില്ല, ചെറിയ ശമ്പളമാണ് കിട്ടുന്നത്. അയാള് മാനസികമായിട്ട് ഡെസ്പാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പൊ റിട്ടയർ ചെയ്യാറായി, അമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്, അതിനെ കെട്ടിക്കണം. അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ വീട് ശൂന്യമാകും, കാലിയാവും, വേറെ പൈസയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ആ വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ഈശാന ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വെച്ചിട്ടുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം അത് ശരിയല്ല. പിന്നെ അവരുടെ ഗേറ്റ് ഇരിക്കുന്നത് കന്നിമൂലയിലാണ്, മെയിൻ ഗേറ്റ് ഇരിക്കുന്നത്. ആ വീട്ടിലെ ആ പറമ്പിലേക്ക് വരാൻ പാടില്ല, കന്നിമൂല ഓപ്പൺ ആകാൻ പാടില്ലെന്നാണ് വാസ്തു രീതി. പല ആളുകൾ പലതും പറയാം, പക്ഷെ വാസ്തു നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ആ ബസ്സിന്റെ രീതിയല്ലേ, ട്രെയിനിന്റെ രീതി കിട്ടില്ലല്ലോ, ഫ്ലൈറ്റിന്റെ രീതി കിട്ടില്ലല്ലോ. ഞങ്ങള് വാസ്തുക്കാരായതുകൊണ്ട്, വാസ്തുശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ട് ഈ ശാസ്ത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പോരായ്മകളെ പറഞ്ഞു കൊടുക്കുന്നു. പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം. ഇപ്പോ നമ്മളിപ്പം സർ പഠിച്ച വാസ്തു എന്ന് പറയുന്നത് സദാ നമ്മളിവിടെ ഫോളോ ചെയ്തു. ഞാനൊരു കേരള വാസ്തു അല്ല, ഞാൻ മനയടി ശാസ്ത്രം എന്ന് പറയുന്ന ഞാൻ ബേസിക്കലി ഒരു തമിഴ് ആചാരം ഉള്ള ആളാണ്. വിശ്വകർമ്മ തമിഴ് ഗോൾഡ് സ്മിത്ത് ആണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ് ആചാരപ്രകാരമാണ് ഞാനിത് പഠിച്ചത്, തമിഴ് ഗുരുവിൽ നിന്നാണ്. അപ്പൊ മനയടി ശാസ്ത്രമാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ആക്യുറസിയിൽ ഈ അളവുകളെക്കാട്ടി പ്രാധാന്യം സ്ഥാനത്തിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത്ര കോല് ഇത്ര അങ്കുലം എന്നൊക്കെ പറഞ്ഞ 16 കോല് 20 അങ്കുലം എന്നൊക്കെ പറഞ്ഞ ചില കണക്കുകളുണ്ടോ? കണക്കുകൾ വേണ്ടെന്നല്ല, പക്ഷെ കണക്കുകളെക്കാട്ടി പ്രാധാന്യം അല്ലേ? മൂക്ക് ഇരിക്കേണ്ട സ്ഥാനത്ത് മൂക്ക് തന്നെ വരണം. ഒരു മൂക്കിന്റെ അളവ് കൃത്യമാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പൊ അത് മൂക്കിരിക്കേണ്ടത് ഇവിടെയാണ്. ചെറിയ വളവോ തിരിവോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെ?
പക്ഷെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കണം. അതെ അതെ. അതാണ് ഞങ്ങളുടെ ഒരു ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതനുസരിച്ച് ഈ വാസ്തു പ്രശ്നം എന്തെങ്കിലും ആണോ എന്ന് അന്വേഷിച്ചപ്പോ ഈ 2 പ്രോബ്ലം കണ്ടു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ച് വറിയടിക്കേണ്ട ആവശ്യമില്ല. പറ്റുന്നത് പോലെ ആ സെപ്റ്റിക് ടാങ്ക് എടുത്ത് വായുമൂലയിലേക്ക് മാറ്റണം. അവർക്ക് അതിനുള്ള സ്ഥലമുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറക്കി ഇങ്ങോട്ട് ആദ്യം ഇവിടെ ഒരെണ്ണം സ്ഥാപിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കുക. മറ്റേ പൈപ്പ് കട്ട് ചെയ്ത് കണക്ഷൻ കൊടുക്കുക. ബാക്കി അവിടെ നിന്ന് തട്ടി ക്ലീൻ ചെയ്ത് നല്ല മണ്ണിട്ട് മൂടിക്കളയാൻ മതി. ഈ ഗേറ്റ് കുറച്ച് പടിഞ്ഞാറോട്ട് ദർശനമാണ്. തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് ഗേറ്റ് ഇരിക്കുന്നത്. അവിടെ നിന്ന് മാറ്റി സെൻട്രലിലേക്ക് മാറ്റി വെക്കാൻ മതി. അവരോട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സി എന്നും പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് അവരുടെ ആ പ്രശ്നം തീരും എന്നുള്ളത്. അവർക്ക് മറ്റൊന്നും ആവശ്യമില്ല. രക്തം ധരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രോബ്ലം അല്ല അവർക്ക്. അവരുടെ ജാതകപ്രകാരം ആ കുഴപ്പമില്ല. മനസ്സിലായോ? ഇങ്ങനെ എന്ത് കുഴപ്പമാണ് വന്നതെന്ന് ഈ 3 ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഗുരുനാഥൻ അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മളത് വാസ്തുപരമായിട്ടാണെങ്കിൽ അതിനെ തീർക്കും. ആസ്ട്രോളജി പരമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം രത്നശാസ്ത്രപരമാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്രഹബലത്തെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ പെട്ടെന്ന് സാധിക്കും. അപ്പൊ ഒരാൾക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചീര കഴിച്ചാൽ മതി, വൈറ്റമിൻ ഗുളിക, മീൻ ഗുളിക കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, സൂക്ഷിച്ച് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾക്കൊരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അയാൾക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങാം, അല്ലേ? സുഖമായിട്ട്. അതുപോലെയാണ് രത്നങ്ങൾ. ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റ് ആണ്. കാരണം രത്നങ്ങളെല്ലാം ഭൂമിയിൽ സ്വയംഭൂക്കളാണ്, സ്വയം ഉണ്ടായതാണ്, ഭൂപ്രകൃതം അനുസരിച്ച് ഉണ്ടായതാണ്. അത് പ്രകൃതിയുമായിട്ട് ഏറ്റവും കൂടുതൽ ലയിച്ചാ നിൽക്കുന്ന പഞ്ചഭൂതങ്ങളുമായിട്ട്. ഒരു രത്നം, ഇപ്പൊ വ്യാഴത്തിന്റെ ശക്തി കുറഞ്ഞ രത്നമാണെങ്കിൽ പുഷ്യരാഗ രത്നം ധരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള വ്യാഴത്തിന്റെ എനർജിയെ ഈ രത്നം സ്വീകരിച്ച് ആ ധരിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് വികരിക്കും, എന്ന് വെച്ചാൽ പ്രതിഫലിപ്പിക്കും. അങ്ങനെ പ്രതിഫലിച്ച് കിട്ടുന്ന ആ എനർജി കൊണ്ട് മതി അയാൾക്ക് ജീവിക്കാൻ. കണ്ണട വെച്ചതിനെക്കാട്ടി എഫക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഫലം ഉണ്ടാകും. സന്താന ഭാഗ്യമുണ്ടാകും, ധനപുഷ്ടി ഉണ്ടാകും, ബുദ്ധി മാന്യം മാറിക്കിട്ടും, അയാൾക്ക് നല്ല രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റും, ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാൻ പറ്റും. എന്തായാലും രത്നശാസ്ത്രം ആയിക്കോട്ടെ, വാസ്തുജ്യോതിഷം ആയിക്കോട്ടെ, ജ്യോതിഷം ആയിക്കോട്ടെ, ഒത്തിരി അറിവുള്ള സാർ ഇത്രയും നേരം നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി. മാത്രമല്ല ഇനിയും ഒരുപാട് അറിവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒന്നിച്ചിരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. നമസ്കാരം. എന്നെ ഈ നിങ്ങളുടെ പുതിയ സംരംഭത്തിലേക്ക് എന്നെ വിളിച്ചതും, പണ്ട് നമ്മൾ ഒരുമിച്ച് വേറെ ചാനലിൽ ഇരുന്നിട്ടുണ്ട്, ആ ഒരു ഓർമ്മ വെച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതും നമുക്കിങ്ങനെ പങ്കെടുക്കാൻ പറ്റിയതിലും ഞാനും ഇനി വരുന്ന ഓണാശംസകളും എല്ലാം നിങ്ങൾക്ക് നാൾക്ക് നാൾ ഉയർച്ചയും നല്ല അനുഭവങ്ങളും സാമ്പത്തിക ശേഷിയും എല്ലാ ഐശ്വര്യങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നന്നായി വരട്ടെ. ശരി, താങ്ക് യു.